വിലു ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ ട്രാവലായിട്ടല്ല കേട്ടോ വരുന്നത്. ഒരു നല്ലൊരു അടിപൊളി ബിരിയാണി ആയിട്ടാണ്, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ബിരിയാണിയുടെ പേരാണ് മാഞ്ഞാളി ബിരിയാണി. എറണാകുളത്തൊക്കെ സ്പെഷ്യലായിട്ട് കണ്ടുവരുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഈ മാഞ്ഞാളി ബിരിയാണി. നല്ല ഇങ്ങനെ കാണാൻ മാത്രമായിട്ടൊക്കെ ഞാൻ നല്ല അലങ്കരിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടന്നാലോ. ഇതിന് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസ് സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയിലെ സാധനങ്ങളിലേക്ക് കിടക്കാം. നമ്മളിനി ചിക്കനൊക്കെ ഏകദേശമൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി പീസ് രൂപത്തിലാണ് നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഇതൊക്കെ ഒരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മാഞ്ഞാളി ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ ചിക്കനൊക്കെ നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മസാല തേച്ചിട്ട് നല്ല കുഴച്ച് റെഡിയാക്കി വെക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലൊരു 5-6 സ്പൂണ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് നല്ലോണം ചിക്കൻ ഉണ്ട്. 1.5 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ചിക്കൻ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് 6 ടീസ്പൂൺ മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടതിന്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മസാജ് ചെയ്ത് പോലെ ആക്കിയിട്ട് കുഴക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ട് എല്ലാ ഭാഗത്തും മസാല തട്ടുന്ന വിധത്തിൽ തന്നെ നല്ല കുഴച്ച് റെഡിയാക്കി വെക്കണം. എന്നുവെച്ചാൽ എല്ലാ പീസ് ചിക്കനിലും മസാല തട്ടണം കേട്ടോ. എന്നാലാണിത് ഫ്രൈ ചെയ്താൽ നല്ല ഉപ്പും മുളകൊക്കെ പിടിക്കണം നല്ലോണം. അടിപൊളിയായിട്ട് പിടിച്ചാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്താൽ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ നല്ല മസാലയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒന്ന് തലോടി നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ വെച്ചിരുന്നു. പിന്നെ ഇതൊരു 1 മണിക്കൂറോ അരമണിക്കൂറോ നിങ്ങൾ നല്ലോണം മൂടിയിട്ട് തന്നെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് കേട്ടോ, ഫ്രീസറിലല്ല. താഴത്ത് കുറച്ച് തണുപ്പിക്കാൻ വെക്കണം, നല്ലതാണ്. നല്ലോണം പിടിക്കും, മുളക് പിടിക്കും. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. ഒരു ചെമ്പായാലും വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഒരു ചെമ്പിൽ തന്നെ നമ്മൾ ഈ ചിക്കൻ എന്ത് ചെയ്യണം, ഇത് വേവിക്കാനിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഓയിലാണോ വെളിച്ചെണ്ണ അത് നിങ്ങളുടെ ഇഷ്ടം മാതിരിയാണ്. പക്ഷേ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ലോണം കുറച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതിലൊഴിച്ചിട്ട് വെക്കണം. പിന്നെ നമുക്കിനി മറ്റുള്ള സാധനങ്ങളൊക്കെ അരിയുക കേട്ടോ. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ചപ്പും മുളക് അതിനത്ര വേണ്ട കേട്ടോ. ഈ ബിരിയാണിക്ക് നമ്മൾ മുളക് അങ്ങനെ എടുക്കുന്നില്ല. എന്നുവെച്ചാൽ മുളക് പൊടിയാണ് അധികം ഉണ്ടാകുന്നത്. പച്ചമുളക് ഒരു 2 എണ്ണം വെറുതെ ഒരു ടേസ്റ്റിന് ഞാൻ മുറിച്ച് വെച്ചിരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചിക്കനൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് വരുന്നുണ്ട്. ഓവറായിട്ട് വെന്ത് പൊട്ടാൻ നിൽക്കണ്ട കേട്ടോ. എന്നുവെച്ചാൽ ഒരു 1/2 വേവ് മതി. എന്നുവെച്ചാൽ നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഫ്രൈ പാനൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ബിരിയാണിയാണ് കേട്ടോ. ഒരു മാഞ്ഞാളി ബിരിയാണി എന്ന് പറഞ്ഞാൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ബിരിയാണിക്ക്. എവിടെയും പെട്ടെന്ന് 2 പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് കൊണ്ടുപോകാം. ട്രാവലിനൊക്കെ ഏറ്റവും എളുപ്പമാണ് കേട്ടോ. വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അധികം ദൂരത്തൊക്കെ പോകുമ്പോൾ ഈ ബിരിയാണിയാണ് ഉണ്ടാക്കി കൊണ്ടുപോകാറ്. എന്താ വെച്ചാൽ പെട്ടെന്ന് കേട് വരില്ല ബിരിയാണി. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഫസ്റ്റ് നല്ലോണം പൊരിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും 2 ഭാഗവും അത്യാവശ്യം നല്ലോണം തന്നെ പൊരിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കണം. വേറൊരു പാത്രത്തിലൊക്കെ ആക്കി നമ്മൾ റെഡിയായിട്ട് വെക്കണം. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ നല്ല പൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ മുറിച്ചിട്ട ഉള്ളി പിന്നെ വാട്ടാൻ പോവുകയാണ്. ഉള്ളി നല്ല അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ആക്കണം. എന്താ വെച്ചാൽ ഞാൻ ഇതിലേക്ക് എടുത്ത ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു 8 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം ഗ്രേവി വേണം ഇതിന് നമുക്ക് തിന്നണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളിയൊക്കെ വാടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഉള്ളി നല്ലോണം വാടിയിട്ട്
നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒക്കെ ഇട്ട് പിന്നെ അതിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിലിട്ടുങ്ങാണ്ട് നല്ലോണം തന്നെ ഒന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ നല്ലോണം വാടി വന്ന് നല്ലോണം ഉള്ളി വാടി കഴിഞ്ഞ് അല്ലേ നമുക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ റെഡി ആയിരിക്കണം. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒന്ന് സിമ്മാക്കി വെക്കുക ഗ്യാസ്. എന്നിട്ട് നമ്മളത് മൂടി വെക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചപ്പൊക്കെ ഇട്ടുന്നുണ്ട് കേട്ടോ. ചപ്പൊക്കെ ഇട്ട് നമ്മൾ ഏകദേശം റെഡി ആയിട്ട് തന്നെ വരുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടണം കേട്ടോ അതിൻ്റെ കൂടെ. ഗരം മസാല, മുളക് പൊടി, അങ്ങനെ ബിരിയാണിക്കൊക്കെ ഏകദേശം വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയായിട്ട് ഓവറായിട്ട് ഇതാക്കാത്തത്. പിന്നെ നമ്മൾ പൊരിച്ച് ഫ്രൈ ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ്റെ ഗ്രേവി, അത് ഇതിലെന്തായാലും മസ്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രേവി ഇതിലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഏകദേശം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ പൊട്ടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അത് പൊട്ടൂല, അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മളെന്താക്കുക അതൊക്കെ ഒന്ന് റെഡിയായി സെറ്റായിട്ട് നമ്മൾ ഒന്ന് മൂടിയിട്ട് വെക്കുക. ഇപ്പം തന്നെ ഏകദേശം നല്ല ഇതാകുന്ന ഏകദേശം മസാല മനസ്സിലായി കാണുമല്ലോ. ഓക്കെ ആയിക്കണേ. പിന്നെ ഇത് നമ്മൾ റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബിരിയാണി റൈസ്. പിന്നെ നമ്മൾ ഇതിൽ 6 kg ഇടണം കേട്ടോ. ഈ മസാലയിൽ നെയ്യ് 2-3 സ്പൂണ് 6 kg നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ അതിട്ട് കൊടുത്താൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊക്കെ സാധാരണ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനെ ഉപയോഗിച്ചത്. എന്താ വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സാധാരണക്കാരുടെ ബിരിയാണിയാണ്, സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ബിരിയാണിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാഞ്ഞാലി ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സാണ് കേട്ടോ ഇടൽ. ഗ്രേപ്സ്, പൈനാപ്പിൾ, ക്യാരറ്റ് അങ്ങനത്തൊക്കെ ഇടേണ്ടത്. ഞാൻ പക്ഷേ അതൊന്നും ഇട്ടിട്ടില്ല, വെറും ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളെ ചോറിന് ഇതാ വെള്ളം റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ഏകദേശം റൈസൊക്കെ വേഗം കഴുകി വെച്ചതിനെ കൊണ്ട് വറുത്തതൊക്കെ ഏകദേശം ഒന്ന് നല്ലൊരു വറവായി കഴിഞ്ഞാൽ നമ്മൾ റൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1.5 പാത്രം വെള്ളം. ഒരു പാത്രം റൈസാണെങ്കിൽ 1.5 പാത്രം വെള്ളം. ഏത് റൈസായാലും ബിരിയാണിക്ക് അങ്ങനെയാണ് കേട്ടോ. 1.5 പാത്രം വെള്ളമാണ് നമുക്ക് റൈസിന് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചോറൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി സെറ്റായി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താ വെക്കുക, നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ്, ഗരം മസാലിൻ്റെ പൊടിയും മല്ലിച്ചപ്പും ചോറിൻ്റെ മുകളിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഗ്രേവി ഇതൊക്കെ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഉഷാറായിക്ക് നമ്മൾ ഗ്രേവിയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ മാഞ്ഞാലി ബിരിയാണി കേട്ടോ. എറണാകുളത്ത് സ്പെഷ്യലായിട്ട് കണ്ടുവരുന്ന ഒരു മാഞ്ഞാലി ബിരിയാണിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കുക, ദമ്മൊന്നും ചെയ്യാതെ. എവിടെയും ട്രാവലൊക്കെ പോകുമ്പോൾ നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകുന്ന ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ മാഞ്ഞാലി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. എല്ലാവരോടും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.